നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ചെറുകിട കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട്. ചെറുകിട സ്ഥാപനങ്ങൾ, അതായത് അച്ചാറുകളായിട്ടും പപ്പടമായിട്ടും പല ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ച് വെക്കുന്നുണ്ട്. പക്ഷെ ഇവർക്ക് എങ്ങനെ ഇത് മാർക്കറ്റ് ചെയ്യപ്പെടണം എന്നറിയില്ല. ഞങ്ങളുടെ സംരംഭത്തിൽ കൂടെ ചേരുമ്പോൾ വിറ്റഴിക്കപ്പെടാൻ ബുദ്ധിമുട്ടുള്ള എന്ത് ഉൽപ്പന്നങ്ങളാണെങ്കിലും നമ്മളത് വിൽക്കപ്പെടാനുള്ള അവസരങ്ങൾ അവർക്ക് ഉണ്ടാക്കി കൊടുക്കും. ഞങ്ങള് സ്വദേശം വന്നിട്ട് കോട്ടയത്താണ്, കോട്ടയം ചങ്ങനാശ്ശേരി. ഇപ്പൊ വന്നിട്ട് വയനാട്. ഞങ്ങള് ഒരു 10-17 വർഷമായി ഒരു മാർക്കറ്റിംഗ് കമ്പനി ഓപ്പൺ ആയിട്ട്. കൃഷ്ണകൃപ ഹെർബൽസ് എന്നാണ് അതിന്റെ പേര്. ഞാൻ കൃഷ്ണകൃപ ഹെർബൽസിന്റെ ഉടമയാണ്. നമ്മുടെ ആസ്ഥാനം വയനാടാണ്. 15 വർഷമായി തുടങ്ങിയിട്ട് കമ്പനി. ഇതിലിപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. എല്ലാ സാധനങ്ങളും ചെയ്യുന്നുണ്ട്. ആയുർവേദ മരുന്ന് ചെയ്യുന്നുണ്ട്, സൗന്ദര്യ വർത്തക വസ്തുക്കൾ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫുഡ് ഐറ്റംസ് ചെയ്യുന്നുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ തുടങ്ങാൻ എന്ന് വെച്ചാൽ, ഞാൻ വേറെ ഒരു കമ്പനീൻ്റെ മാനേജറായിട്ട് നിന്നുകൊണ്ടിരിക്കുന്ന സമയം ഇതേപോലെ തന്നെ ഒരു മാർക്കറ്റിംഗ് കമ്പനി, അവിടുത്തെ ചില സ്റ്റാഫിനോടുള്ള പ്രത്യേകതമായിട്ടുള്ള വേർതിരിവും ഭക്ഷണത്തിന്റെ പ്രശ്നങ്ങളും താമസിക്കാനുള്ള പ്രശ്നങ്ങളും അങ്ങനെ പല പല പ്രശ്നങ്ങൾ കണ്ട് മടുത്ത് ഞാൻ ഹാപ്പി ഹെർബൽസ് എന്ന് പറയുന്ന മാനുഫാക്ചറിങ് കമ്പനിയായിട്ട്, അവരുടേതായിരുന്നു നേരത്തെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നിടത്ത് പ്രോഡക്റ്റ് അവിടുത്തെ ആയിരുന്നു അത് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അവിടെ തന്നെ ഒരു കംപ്ലൈന്റ് പോലെ പറയാൻ ചെന്നതാണ്. പിന്നെ അവിടുത്തെ സാറിനോടും മാഡത്തിനോടും ഒക്കെ സംസാരിച്ച വകയിൽ അവർക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ വേറെ ഒരെണ്ണം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തുകൊണ്ട് തുടങ്ങിക്കൂടാ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 17 വർഷവും റൺ ചെയ്ത ഒരു ജേണി ഉണ്ടായത്. അപ്പൊ അവിടുന്ന് ഒരു വർക്കർ എന്നുള്ള നിലയിൽ എൻ്റെ അടുത്ത് അന്ന് സാമ്പത്തികമൊക്കെ വളരെ കുറവായിരുന്നു. വളരെ ലോയിൽ നിന്ന് വന്ന ഞങ്ങളൊരു പ്രത്യേക വെളിയിലൊക്കെ ആയിരുന്നു, എന്നാലും പ്രത്യേക സാഹചര്യത്തിൽ ഞങ്ങൾ സാമ്പത്തികമൊക്കെ ഒന്നും അല്ലാതായി പോയ ഒരു സമയത്താണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. ഞങ്ങൾ 2008 തുടങ്ങിയത്. ഇപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുമ്പോൾ കോഴിക്കോട്, ചാലക്കുടി, തിരുവനന്തപുരം, വയനാട് അങ്ങനെയായിരുന്നു. ഇപ്പോൾ നമ്മൾ വയനാട്, കാസർഗോഡ്, പാല, ഇത് 3 ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത്. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങളുടെ കയ്യിലുള്ളായിരുന്നു വളരെ തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് വെച്ചിട്ടാണ് ഇത് ശരിക്കും അന്ന് സാറിൻ്റെ അടുത്ത് ഒരു 10,000 രൂപ മാത്രമേ ഞങ്ങൾക്ക് കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ. അത് കൊടുത്തിട്ട് ഒരു 25,000 നിന്നാണ് ആരംഭിക്കുന്നത്. അന്ന് അവരുടെ കയ്യിൽ ഹെയർ ഓയിൽ, അതേപോലെ തന്നെ പെയിൻ ഓയിൽ, പിന്നെ ഫേസ് പാക്ക്, അതേപോലെ ഒരു 16 ഐറ്റംസോളം ഉണ്ടായിരുന്നു. അത് വന്നിട്ട് ഇപ്പൊ ഏകദേശം അന്നെടുത്ത് ഞങ്ങൾ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയനാട് ഒരു റിസ്കി ഫാക്ടർ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു മാർക്കറ്റിംഗ് കമ്പനി ഓപ്പൺ ചെയ്യാന്ന് പറഞ്ഞാൽ അന്ന് വയനാടിന്റെ ഒരു 17 വർഷം മുമ്പ് വയനാടിന്റെ ക്ലൈമറ്റ് ബേസ് സാമ്പത്തിക ഇത്രയും ഒരു വലിയൊരു ഇതിലൊന്നും ആയിരുന്നില്ല. എന്താ എല്ലാവരും കൃഷിക്കാരും അങ്ങനെയൊക്കെയുള്ള, പിന്നെ ഒരു മാർക്കറ്റിംഗ് കമ്പനീനെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഇതുപോലും ഉണ്ടായിരുന്നില്ല. പിന്നെ വർക്കേഴ്സിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അന്ന് ഫേസ് ചെയ്തിരുന്നു. 6 പേര് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു വീട് എടുത്തു. അവിടുത്തെ SI ആണ് വന്ന് ഓപ്പൺ ചെയ്യുന്നതും. അങ്ങനെ എന്തായാലും അതൊരിക്കലും എനിക്കൊരു എന്താ പറയുന്നത്, ഇന്ന് വരെ എനിക്കതിനകത്തൊരു നഷ്ടമായിട്ടൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഡൗണിലേക്ക് പോകും, മാർക്കറ്റിംഗ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഡൗണിലേക്ക് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ അത് കയറി വരാനുള്ള ഒരു ഇതും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ എൻ്റെ കൂടെ നിന്ന വർക്കേഴ്സ് എല്ലാം ഒരുവിധം നന്നായിട്ട് വർക്ക് ചെയ്യാനും ഒക്കെ ഒരിക്കലും വന്ന് 6 നിന്ന് ഏകദേശം ഇപ്പൊ ഒരു 16, 17, ഒരു 10, 20 പേര് പലയിടത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ അടുത്ത്. എന്തായാലും വയനാട് വന്നു. ഈ 17ാമത്തെ വർഷത്തില് ഞങ്ങൾ പുതിയ വീട് വെച്ചു, സ്ഥലം വാങ്ങി. എല്ലാം തന്നെ ഈ പറയുന്ന ബിസിനസ്സിനകത്ത് തന്നെ വന്നതാണ്. അത് കഴിഞ്ഞ് കുറെ കൂടി പ്രോഡക്റ്റ് വീണ്ടും എടുത്തു. എന്തായാലും ഇപ്പൊ ഒരു 20-22 ഐറ്റംസോളം ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അത് വന്നിട്ട് ലേഹ്യങ്ങളായിട്ടും കഷായമായിട്ടും ഹെയർ ഓയിൽസ് ആയിട്ടും അങ്ങനെ പല രീതിയിൽ. അതേപോലെ തന്നെ വേറൊരു നമുക്കൊരു മനസ്സിന് സന്തോഷം നൽകുന്ന ഒരു കാര്യം,
ഈ ഒരു കൃഷ്ണകൃപ എന്ന് പറയുന്ന സ്ഥാപനത്തിലൂടെ ഏകദേശം ഒരു 22 പേര് ഇപ്പം ജീവിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര എളിയ ഒരു രീതിയിൽ നിന്ന് വന്നിട്ട് 22 കുടുംബങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു, എന്നെ സംബന്ധിച്ച്, എന്നെ പോലെയുള്ള ഒരാളെ സംബന്ധിച്ചിട്ട് ഒരു എന്താ പറയുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നുന്ന ഒരു കാര്യമാണ്. പിന്നെ ഞങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഹെയർ ഓയില്, മുടി കൊഴിച്ചിലിനും പിന്നെ അകാലനര മാറാനും അതേപോലെ തന്നെ ഹെയർ ഗ്രോത്തിനും മുടിക്കുണ്ടാകുന്ന ഡാമേജസ് ഒക്കെ പരിഹരിക്കുന്ന രീതിയിലുള്ള ഹെയർ ഓയിൽ ഉണ്ട്. അതിനോട് അനുബന്ധിച്ച് വരുന്ന ഷാംപൂസ് ഉണ്ട്. പിന്നെ ഗ്യാസ് ട്രബിളിന് മരുന്നുണ്ട്, ഡയബറ്റിക്കിന്റെ കഷായമുണ്ട്, അതേപോലെ തന്നെ വേദന സംഹാരി, അതിനോട് ഇപ്പൊ തന്നെ ഉള്ളിൽ കഴിക്കാനുള്ള ഒരു കഷായം, അങ്ങനെ. പിന്നെ ലേഹ്യങ്ങൾ, കുട്ടികൾക്ക് ഒരു ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ടുള്ളത്, പിന്നെ ലേഡീസിന്റെ പ്രോബ്ലംസിന് ഉള്ളത് ഇഞ്ചി ലേഹ്യം ഗ്യാസിന്റെ, പിന്നെ അതേപോലെ സ്കിന്നിന് വേണ്ടിയിട്ടുള്ള ഓയിൽസ്, അങ്ങനെ പല രീതിയിൽ ഒരു 10-22 ഐറ്റംസ് ഞങ്ങളിപ്പോ ഇത് ചെയ്യുന്നുണ്ട്. നിലവിൽ വേറെ ഒരു ഇതൊന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നെ പോലെ ആർക്കെങ്കിലും മുന്നോട്ട് വരണം എന്നുണ്ടെങ്കിൽ, പലർക്കും പേടിയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ. പലർക്കും ഉള്ള ഒരു പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതെന്നെ കൊണ്ട് പറ്റുമോ? എന്ത് ബിസിനസ്സിൽ ഇറങ്ങിയാലും ആദ്യം ഒരു സാധാരണ നിലയിലുള്ള ഒരു ലേഡി ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവര് ചിലപ്പോൾ സമൂഹത്തിന് ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടായിരിക്കും. തനിയായി പോയാലും അല്ലെ സ്റ്റാഫിനെ കിട്ടാൻ. ഇതിനകത്ത് ഈ മാർക്കറ്റിംഗ് കമ്പനിയിലുള്ള ഏറ്റവും വലിയ പ്രശ്നം സ്റ്റാഫിനെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുകളാണ്. നടക്കണ്ടേ? അപ്പൊ എല്ലാവരും മാർക്കറ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പം എനിക്ക് എപ്പോഴും ഫേസ് ചെയ്യേണ്ടി വരുന്നത്, സ്റ്റാഫ് ഓക്കെ ആയിരിക്കും, എല്ലാവരോടും ചെന്ന് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഓക്കെ ഓക്കെ ഒറ്റ കുഴപ്പമില്ല ഞങ്ങളും വരും, നടന്നാണോ എന്ന് ചോദിക്കും. നടന്നാണോ വർക്ക് ചെയ്യുന്നത്? അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് തോന്നും. നടക്കാതെ ഇപ്പോഴത്തെ ഒരു ഇത് പറയുന്ന ഡോക്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാലും വെറുതെ ഇരിക്കരുത്, നടക്കണം 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 എന്ന് പറയുന്ന കാലഘട്ടമാണ്. അതേപോലെ തന്നെ മാർക്കറ്റിംഗ് കമ്പനിക്കുള്ള ഏറ്റവും ബെനിഫിറ്റ്, നമുക്ക് ഒരു 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 പർട്ടിക്കുലർ ഒരു കമ്പനിയിലോ ഒരു സ്ഥാപനത്തിലോ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? അതൊരു 9 മണിക്കൂർ വർക്ക് ചെയ്താലും 8 മണിക്കൂർ വർക്ക് ചെയ്താലും 12 മണിക്കൂർ വർക്ക് ചെയ്താലും, ചിലപ്പോൾ വർക്ക് ലോഡൊക്കെ കൂടുതലുള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർ നിർബന്ധമായിട്ടും പറയും നിങ്ങൾ ഇത്ര മണിക്കേ പോകാൻ പാടുള്ളൂ. ഒരു 8 മണി തൊട്ട് ഏകദേശം ഒരു ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന, ഒരു തുണി ഷോപ്പിലോ അതുപോലെയുള്ള വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ 8 മണിക്കൂർ തൊട്ട് ഏകദേശം അടുത്ത 8 മണിക്കൂർ അങ്ങനെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എന്താണ്, അവർക്ക് കിട്ടുന്ന ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഇത്ര എമൗണ്ട് പറഞ്ഞ് മാത്രമേ, മാർക്കറ്റിങ്ങിൻ്റെ അകത്തുള്ള ഒരു ഏറ്റവും വലിയ ഒരു അനുഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾക്ക് എത്രയാണോ വേണ്ടത്. ഇപ്പൊ നമുക്കൊരു ആവശ്യമാണ്, ഇന്ന് എനിക്കൊരു 2000 രൂപയുടെ ആവശ്യമുണ്ട്. സ്വാഭാവികമായിട്ടും അത് സാധാരണ ലേഡീസ് 600-700 വർക്ക് ചെയ്യുന്നവരാ അല്ല, ഇത് മാത്രമേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, മാർക്കറ്റിംഗ് കമ്പനിയെ സംബന്ധിച്ച് അവര് വിചാരിക്കും 700 രൂപ എനിക്ക് ആവശ്യം. ആ ആവശ്യമുള്ള എമൗണ്ട് ബാക്കി വരുന്ന 1300 പലയിടത്തും കടം മേടിക്കേണ്ടി വരും. ആ കടം മേടിക്കാൻ അത് ഒഴിവാക്കാൻ പറ്റും മാർക്കറ്റിംഗ് കമ്പനികളിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ. എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2000 രൂപയ്ക്ക് വർക്ക് ചെയ്താലും ഓക്കെ, നമുക്കൊരു ഇത്ര എമൗണ്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 2000 രൂപ എങ്ങൊന്നും കടം മേടിക്കേണ്ടി വരില്ല. അപ്പൊ എന്നെ സംബന്ധിച്ച് എൻ്റെ അടുത്ത് വരുന്ന പലരോടും ചില ആവശ്യങ്ങളൊക്കെ എൻ്റെ മുന്നിൽ വെക്കാറുണ്ട്. വേണ്ട, ഇങ്ങനെയുണ്ട്, ഈ ആഴ്ച എനിക്ക് ഇത്രയൊരു എമൗണ്ടിലേക്ക് പോകണം. അപ്പൊ ഞാൻ അതിനെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കാറുണ്ട്. കാരണം എന്റെ സ്ഥാപനത്തില് ഇതേപോലെയല്ല, ഞങ്ങൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വണ്ടി അറേഞ്ച് ചെയ്യാന്ന് പറയുമ്പോൾ എൻ്റെ ഇവിടെയുള്ള വണ്ടി എന്ന് പറയുന്ന സുമോയാണ്. ആ സുമോയിൽ ഏകദേശം ഒരു 9 പേര് വർക്കേഴ്സിന് ആയിട്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റും. പിന്നെ ഒരു ഡിസ്ട്രിക്ട് കവർ ചെയ്യാൻ, ഞാനിപ്പോ വയനാട് ഡിസ്ട്രിക്റ്റാണ് കവർ ചെയ്യുന്നത്. ആ ഡിസ്ട്രിക്റ്റിൽ ഓരോ ദിവസം ഞങ്ങൾ ചാർട്ട് വെക്കാറുണ്ട്. ഓരോ ദിവസം ഓരോ ഏരിയ കവർ ചെയ്ത് പോകും. അതാണ് റിപ്പീറ്റ് ആയിട്ട് നമ്മൾ നെക്സ്റ്റ് മന്തിൽ വന്നിട്ട്, ഒരു മന്തിലേക്ക് കഴിക്കാനുള്ള അരിയാധിപ തേക്കാനുള്ള ഹെയർ ഓയിൽ ആണെങ്കിലും കഴിക്കാനുള്ള മരുന്നാണെങ്കിലും എല്ലാം ഒരു മാസത്തേനുള്ള കണക്ക് വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. അപ്പൊ അടുത്ത മാസത്തേക്ക് അതാത് ഏരിയയിൽ അവർ തന്നെ പോവുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഈ ഏരിയയിലേക്ക് പോകുന്നത് ഞങ്ങൾ വണ്ടിയിൽ കൊണ്ടുവിട്ട് ഏരിയ വരെ കൊണ്ടുവിടും. അപ്പോൾ 2-2.5 കിലോമീറ്റർ, ചിലപ്പോൾ 3 കിലോമീറ്റർ വരെ ഈ ചുറ്റളവിലാണ് ഇവരോട് വർക്ക് ചെയ്യാൻ പറയില്ല. അതിനകത്ത് ഒതുങ്ങുന്ന വീടുകൾ കവർ ചെയ്യാം. ഈ കവർ ചെയ്യുമ്പോൾ പലപ്പോഴും ഞാൻ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ളത്, പിന്നെ അവിടെയുള്ള വീടുകളിലുള്ള അവരെ കസ്റ്റമേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിച്ചെടുക്കാൻ പറയാറുണ്ട്. എന്നാൽ മാത്രമേ ഇത് നടക്കൂ. അല്ലാതെ ഒരു ഹായ് ബൈയിൽ ഒതുങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതും ഉണ്ടാവില്ല. നാളെ ചെല്ലുമ്പോൾ ഒന്നും വേണ്ട, ഒരു വീട്ടിൽ നിന്ന് അവരെ എടുത്തില്ലെങ്കിൽ പോലും
അവരുടെ മനസ്സിൽ അടുത്ത മാസം ചെല്ലുമ്പോൾ ഇവരൊരു സൈനിങ് ഉണ്ടായിരിക്കണം. ഓക്കെ, വന്നതാണല്ലോ, ഞാനൊന്നും എടുക്കാതെ വിട്ടു എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് അവരെ കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്തെങ്കിലും ഒരു 30 രൂപയുടെ സാധനങ്ങൾ എങ്കിലും എടുക്കും. അതിനിടെ പറഞ്ഞോട്ടെ, ഇപ്പൊ നമ്മൾ വിൽക്കുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ സാധാരണക്കാരന്റെ പിന്നെ ഇടയിലേക്കും നമുക്ക് ചെല്ലാവുന്നതാണ്. കാരണം ഒരു 90 രൂപ മുതൽ ഏകദേശം 500-നുള്ളിലുള്ള ആ എമൗണ്ടിലുള്ള മരുന്നുകൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഏത് സാധാരണക്കാരനും ഇത് വാങ്ങി ഉപയോഗിക്കാൻ പറ്റും. അത് മാത്രമല്ല, നല്ല ബെനിഫിറ്റ് ഉള്ളതും നല്ല ക്വാളിറ്റി ഉള്ള ഇതുമാണ്. അപ്പോൾ വളരെ വേഗം ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ പറയുന്ന പിന്നെ ഒരാൾക്കും പോലും ഇങ്ങനെ ഈ വർക്കിലേക്ക് വന്നിട്ട് ഒരു എന്താ പറയുന്നത്, എൻ്റെ കൂടെയുള്ള എല്ലാവരും ഈ ഒരു പിന്നെ നമ്മുടെ കമ്പനിയിൽ നിന്ന് കിട്ടുന്ന പിന്നെ എന്താ പൈസ കൊണ്ടാണ് അവരുടെ വീടുകളിൽ ഒരുവിധം എല്ലാം കഴിഞ്ഞു പോകുന്നത്. എനിക്കതിൽ ഒരുപാട് അഭിമാനമുണ്ട്. നല്ല സാലറി വാങ്ങുന്നുമുണ്ട് ആൾക്കാരാണ് കൂടെ ഉള്ളത്. അതിന് നല്ല വിദ്യാഭ്യാസം ഇല്ലാത്തവരില്ല എന്നല്ല, എന്നാലും ഓൾമോസ്റ്റ് ആൾക്കാരൊക്കെ ഒരു പ്രീ ഡിഗ്രി വരെയൊക്കെ കഴിഞ്ഞതും അങ്ങനെയുള്ളവരാണ്. അവർക്ക് ഏകദേശം ഒരു 25 തൊട്ടിട്ട് അങ്ങോട്ട് 40,000 രൂപ വരെ വാങ്ങുന്ന ആൾക്കാരുണ്ട് ഇവിടെ. കിട്ടും. മാർക്കറ്റിങ്ങിന്റെ അവസരങ്ങൾ ഇതാണ്, അല്ലെങ്കിൽ ഇതിന്റെ ബെനിഫിറ്റ് ഇതാണ്. നമുക്ക് ആവശ്യമുള്ള എമൗണ്ട് ഇന്ന് ഇത് വേണം എന്ന് വിചാരിച്ച് നമ്മൾ ഇറങ്ങി കഴിഞ്ഞാൽ 2000 വേണോ 3000 വേണോ എന്ന് അവനവൻ ചിന്തിക്കാം. അവനവന്റെ ചിന്തയുടെ ഒരു പരിധി വെച്ചിട്ട് നമുക്കത് എന്തായാലും റെഡിയാക്കി എടുക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. ഒന്നത്. പിന്നെ സമയബന്ധിത. നമ്മളിപ്പോ ഒരു 9 മണി തൊട്ടിട്ട് ഏകദേശം 4 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. 4 മണി വരെ വർക്ക് ചെയ്ത് 6 മണി ചിലപ്പോൾ 6 മണി 6:30-ക്കുള്ളിൽ വീട്ടിലെത്താൻ നോക്കാറുണ്ട്. എൻ്റെ സ്ഥാപനത്തിൽ എല്ലാവരും വന്നു പോകുന്നത്. എനിക്ക് അതുപോലെ ഇതിന്റെ ഒരു ആവശ്യം, കൃഷ്ണകൃപ എന്ന് പറയുന്ന ഒരു സ്ഥാപനം ഇപ്പോൾ ശരിക്കും ഇവിടെ ഒരു 10 പേര് വർക്ക് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള അടുത്ത് എല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഒരു 22 പേര് പറയുന്നത്. പക്ഷെ നമുക്ക് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ഇതുപോലെ കമ്പനികൾ, ഞാൻ പിന്നെ ഹാപ്പി ഹെർബൽസിൽ ജോയിൻ ചെയ്യുന്ന ആ സമയത്ത് ഒരുപാട് മാർക്കറ്റിംഗ് പിന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരുന്നു, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്. എനിക്കിപ്പോ അറിയില്ല ഇവരെല്ലാം ഉണ്ടോന്ന്. നിലവിൽ ഇപ്പൊ അങ്ങനെ കാര്യമായിട്ട് ആൾക്കാരെ എന്റെ അറിവിലില്ല. പലരും നിർത്തി പോയതായിട്ട് അറിയാം. അങ്ങനെ ഇടയ്ക്ക് വന്ന പിന്നെ കുറെ എലമെന്റ്സ് പോലെയുള്ളതും അങ്ങനെയുള്ള കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെതറിപ്പോയി. എന്നിരുന്നാലും പിന്നെ ഇതുപോലെ ഒരു എന്താ പറയുക, നല്ല ഒരു കോർഡിനേഷനിൽ ഒരു സ്ഥാപനം എല്ലാ ഡിസ്ട്രിക്റ്റിലും ആവണം എന്ന് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. ഒന്ന്, നമ്മൾ ഗ്രോത്ത് ആവുക എന്നുള്ളത്, എക്സ്പെഷ്യലി കൃഷ്ണകൃപ ഗ്രോത്ത് ആവുക എന്നുള്ളത് തന്നെയാണ്. അതിലൂടെ തന്നെ അതിനോട് ജോയിൻ ചെയ്തിട്ട് പറ്റുപലരും എന്നെ പോലെ, ഒരുപക്ഷെ ആണായാലും പെണ്ണായാലും എന്നെ പോലെ അവസരങ്ങൾ നോക്കിയിരിക്കുന്ന ആൾക്കാരുണ്ടാവും. കയ്യിൽ കാശ് ഉണ്ടായിട്ട് ചിലപ്പം ഇതെങ്ങനെ ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇതൊരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പണിയാന്ന് വിചാരിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളതല്ലേ. സ്റ്റാഫിനെ കാണണം, അവരെ കാണണം, അവരുടെ പുറകെ നടക്കണം. ഒന്നും നടക്കാതെ ഇപ്പൊ നമ്മളൊന്നും ചെയ്യാതെ ഒന്നും ആവില്ലല്ലോ. പക്ഷെ ഒന്നും മെനക്കെടാനും വളരെ സൗഹൃദത്തോടെ ഇടപഴകാനും പറ്റിയ. അതേപോലെ ഇതിനകത്ത് വരുന്ന വേറൊരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ലാഘവത്തോടെ ഇതിനെ കാണാനും പറ്റില്ല. അതെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഓഫീസിലിരിക്കുമ്പോൾ നമ്മുടെ ചിന്തകൾ ചിലപ്പം വീട്ടിലിറങ്ങുമ്പോൾ തന്നെ വീട്ടിൽ ചിലപ്പം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും, സാമ്പത്തികം ഉണ്ടാവും, അല്ലെങ്കിൽ മറ്റു പലതുണ്ടാവും. ചിലപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അടികൂടിയിട്ടായിരിക്കും ചെല്ലുന്നത്. ഇതെല്ലാം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കുഴപ്പമില്ല, അവരുടെ മനസ്സിലിട്ട് അതങ്ങ് വർക്ക് ചെയ്താൽ മതി, കുഴപ്പമില്ല എന്ന് വെക്കാം. പക്ഷെ മാർക്കറ്റിങ്ങിനെ സംബന്ധിച്ച് നമ്മൾ ഇറങ്ങി പോകുമ്പോൾ എന്ത് പ്രശ്നമുണ്ടോ അത് അവിടെ ഇട്ടിട്ട് പോവുക എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളുടെ മുന്നിലുള്ള കസ്റ്റമേഴ്സ്, നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെന്ന് അവരോട് സംസാരിക്കുമ്പോൾ അവിടെയുള്ളവരാരും നീ ഇങ്ങോട്ട് പോവാ, ഞാൻ എടുത്തേക്കാം എന്നും പറഞ്ഞിരിക്കുന്ന ആരും ഉണ്ടാവില്ല. നമ്മൾ എന്താണോ അങ്ങോട്ട് കൊടുക്കുന്നത് അതേപോലെ അത്ര ലാഘവത്തോടെയും അത്ര പ്ലീസിങ് ആയിട്ടും വർക്ക് ചെയ്യുകയും അത് മാത്രമാണ് നമ്മളെയാണ് ആദ്യം കാണുന്നത്, അല്ലെ? നമ്മളുടെ ആറ്റിറ്റ്യൂഡാണ് അവരാദ്യം കാണും. അത് പരസ്പരം ഷെയർ ചെയ്യുകയും അവരുടെ ബുദ്ധിമുട്ടുകൾ നമ്മളറിയുകയും നമ്മുടെ ബുദ്ധിമുട്ടുകൾ അവരറിയുകയും വേണം. അല്ലാതെ ഒരു എന്താ പറയുന്നത്, നീ വേറെ 2 തട്ടിൽ, ഒരു മുതലാളിയും തൊഴിലാളിയായിട്ട് 2 തട്ടിലേക്ക് പോയി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. ഇത് മാർക്കറ്റിങ്ങിന് അങ്ങനെ ഒരു ഇതുണ്ട്. ഏറ്റവും അടുപ്പത്തോടെ ഏറ്റവും യൂണിറ്റി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയ, വളരെ ഭംഗിയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മറ്റു ഡിസ്ട്രിക്റ്റുകളിൽ ഇതിന്റെ ബ്രാഞ്ചസോ അല്ലെങ്കിൽ ബ്രാഞ്ചസ് വേണ്ട, ബ്രാഞ്ചസ് എടുക്കാൻ തയ്യാറുള്ളവരാണെങ്കിൽ അങ്ങനെ പിന്നെ ആ രീതിയിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന സഹായങ്ങളെല്ലാം
അതിപ്പോ പിന്നെ മരുന്നിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും മറ്റ് ട്രെയിനിങ് ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതെങ്ങനെ ഏത് രീതിയിൽ ആണോ സഹായം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ, പൈസ കയ്യിലുണ്ടായിട്ട് പോലും എന്ത് ചെയ്യണം എന്നറിയാതെ ഉള്ള ഒരുപാട് ആൾക്കാരുണ്ടാവും. എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി. ഇപ്പൊ എന്ത് തുടങ്ങിയാലും പിന്നെ എന്താ പറയുന്നേ, ബുദ്ധിമുട്ടിലേക്കും എത്ര കിട്ടിയാലും മതിയാവാത്ത സമയമാണ്. എത്ര പഠിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ഇപ്പൊ ഒരു പാർട്ട് ടൈം ആയിട്ട് പോലും പഠിക്കുന്ന കുട്ടികൾക്ക് പോലും ഇതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതേ ഉള്ളൂ. വളരെ ഭംഗിയായിട്ട് അവർക്ക് അവരുടെ പഠിത്തത്തിന്റെ കാര്യം അല്ല, ഇപ്പം മാതാപിതാക്കളുടെ അടുത്ത് തന്നെ വാങ്ങണം എന്നില്ലല്ലോ. അങ്ങനെയുള്ള കുട്ടികൾ, ആ ഒരു ആറ്റിറ്റ്യൂഡിലുള്ള കുട്ടികളുണ്ടാവും. അത് അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പഠിക്കുന്ന സമയത്തിന്റെ ബാക്കി വരുന്ന സമയം ഇതിനു വേണ്ടി വേണ്ട. വീക്കിലി ഒരു 2 ദിവസം ഒഴിവുണ്ടെങ്കിൽ ആ 2 ദിവസം വന്നിട്ട് വർക്ക് ചെയ്തിട്ടാണെങ്കിലും ആവാം. അപ്പൊ ഒരുപാട് സാധ്യതകൾ ഉള്ള ഒരു പിന്നെ മറ്റേ ജോലിയെ അപേക്ഷിച്ച് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സാധ്യതകൾ. പിന്നെ മാത്രമല്ല, എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, മാർക്കറ്റിംഗ് അറിയുന്ന, അതായത് ജനങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. അവിടെ നമുക്കൊരു 100 കൂട്ടം കാര്യങ്ങളും വിഷമങ്ങളും പരാതികളും പരിഭവങ്ങളും വിഷമവും നമ്മുടെ വീട്ടിലുണ്ടാവുന്ന അസുഖങ്ങളും അതും ഇതും ഒക്കെ നമുക്ക് വലുതായി തോന്നാതിരിക്കാൻ മാർക്കറ്റിംഗ് ഒരു വലിയ അനുഗ്രഹമാണ്. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇറങ്ങിപ്പോകുന്ന വീടുകളിലുള്ള ശോചനീയാവസ്ഥയും അവിടുത്തെ ആൾക്കാരുടെ അവസ്ഥയും കാണുമ്പോൾ നമ്മൾ സെൽഫായിട്ട് താരതമ്യം ചെയ്യും. എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ, ഞാൻ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട ആളാണ്. കാരണം പിന്നെ പല വീട്ടിലെ അവസ്ഥ ഇതൊക്കെ നമ്മൾ നേരിട്ട് കാണുക. ഇതുകൊണ്ട് നമ്മളൊരു പെർഫെക്റ്റ് വ്യക്തിയായിട്ട് മാറാൻ ഈ മാർക്കറ്റിംഗ് ഒരുപാട് സഹായിക്കും നമുക്ക്. കാരണം മറ്റുള്ളവരെ നമ്മൾ കാണുകയാണ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ പരാധീനതകൾ, മറ്റുള്ളവരുടെ ബുദ്ധിമുട്ടുകൾ. ഒന്നും വേണ്ട, മറ്റുള്ളവര് നമ്മളോട് കാണിക്കുന്ന ചില വീട്ടിൽ നിന്ന് ഇതും പറയട്ടെ, ഇതിന്റെ ഒരു ബുദ്ധിമുട്ടുള്ള വശം, ചില വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ നമ്മളെ വളരെ മോശമായിട്ട് ആട്ടി ഓടിക്കാറുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞ വേറെ പണിയൊന്നുമില്ലേ, വേറെ ഒറ്റ പണി ഇല്ലാഞ്ഞിട്ടാ ഇത് എടുത്തുകൊണ്ട് തൂക്കി പിടിച്ച് വരുന്നേ എന്ന് പറയുന്ന ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് കേൾക്കുമ്പോൾ നമ്മൾ തളർന്നു പോയാൽ പോയില്ലേ. ഇതൊരു വിജയിക്കേണ്ട പാതയാണെന്ന് അതിനെ നമുക്കാക്കിയെടുക്കാം. അങ്ങനെ ചോദിക്കുന്നവരോട് ഞാൻ എൻ്റെ കുട്ടികളോട്, അല്ലെങ്കിൽ എൻ്റെ കുട്ടികൾ തന്നെ ഞാൻ പറയാം, എൻ്റെ മൂത്തതാണെങ്കിലും ഇളയതാണെങ്കിലും എൻ്റെ കുട്ടികളായിട്ടാണ് ഞാൻ എൻ്റെ സ്റ്റാഫിനെ കാണാറ്. അപ്പൊ അവരോട് ഞാൻ പറയാറുണ്ട്, ഇങ്ങനെ എന്നോട് വന്നിട്ട് വളരെ വിഷമത്തോടെ പറയും, മാഡം എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുമ്പോൾ ഞാൻ അവരോട് ചോദിക്കാറുണ്ട്, നിങ്ങൾ ആ പറഞ്ഞ സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ചോദിക്കുക, അവരെത്ര രൂപയ്ക്ക് പണിയെടുക്കുന്നുണ്ട് എന്ന് ചോദിക്കുക. വീട്ടിൽ വെറുതെ ഇരിക്കുന്ന ആളായിരിക്കുമല്ലോ ഇത് ചോദിക്കുന്നത്. അപ്പൊ ഒന്നുമില്ല, ഒരു ഭർത്താവിന്റെ ഇത് കൊണ്ടുവരുന്ന അയാളോട്, എന്റെ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അയാളോട് ഒരു എന്താ പറയുന്ന, നമ്മൾക്കൊരു 100 ഗാർമെന്റ്സ് മേടിക്കണമെങ്കിൽ പോലും അയാളോട് ചോദിക്കണം, അതാണോ നിങ്ങൾ ചെയ്യുന്നത്? അല്ലല്ലോ. നിങ്ങൾ ഒരു മാസം നിങ്ങളുടെ ഭർത്താവിനോട് തുല്യമോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഏണിങ്സ് ഉണ്ടാക്കുന്ന ഒരു ലേഡിയാണെന്ന് പ്രൗഡോടെ അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റണം. അവിടെയാണ് നിങ്ങളുടെ കഴിവ്. അല്ലാതെ അതും കേട്ട് എന്നോട് ഇത് തൂക്കി വന്നല്ലോ എന്ന് പറയുന്നവരിലേക്ക് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ മാനസിക ബലം ഉയർത്തും. ഇതൊക്കെ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് അവസരങ്ങളും സാധ്യതകളും ഇപ്പൊ നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ടല്ലോ, എങ്ങനെ കൊണ്ടിട്ടാലും 4 കാലില്, ചില പൂച്ചയെ കൊണ്ടിട്ടാൽ മതി, ആ ഒരു ലെവലിലേക്ക് നമ്മളെ ഈ മാർക്കറ്റിംഗ് മാറ്റിയെടുക്കും. ഞാൻ ഈ പറഞ്ഞു വരുന്നത്, എന്നെ പോലെ ഉള്ള ലേഡീസ് ആണെങ്കിലോ, അല്ലെങ്കിൽ ഇതിന് പ്രായം ഒരു ഇതല്ല കേട്ടോ, അതും പറയട്ടെ. ഞാനൊരു കമ്പനിയിലോ അല്ലെങ്കിൽ ഒരു ഷോപ്പിലോ ചെന്ന് കഴിഞ്ഞാൽ എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ടാവും 18 മുതൽ 25 വരെ അല്ലെങ്കിൽ 30 വരെ. മാർക്കറ്റിങ്ങിന് അങ്ങനെയൊന്നുമില്ല. ഏറ്റവും ബെറ്റർ ആയിട്ട് എൻ്റെ കൂടെ ഒരു ലേഡി ഉണ്ടായിരുന്നു, ഏകദേശം 60-65 വയസ്സുണ്ടായിരുന്നു അവർക്ക്. അവരായിരുന്നു ആദ്യ സമയത്തൊക്കെ ഏറ്റവും നന്നായിട്ട് ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവരുടെ കാലിന്റെ പ്രശ്നമെല്ലാം കൊണ്ട് അവർ നിർത്തിപ്പോയി. എന്ന് പറഞ്ഞ പോലെ ഇതിനൊരു പ്രായപരിധിയില്ല, സമയപരിധിയില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ഉള്ളതല്ല. നമുക്ക് കിട്ടുന്ന സമയങ്ങളിലൂടെ നമുക്കിത് വർക്ക് ചെയ്തെടുക്കാം. അല്ല ഇന്ന സമയത്ത് ഇട്ടതേ പറ്റുമെന്നോ അങ്ങനെ ഒന്നുമില്ല. എന്താ പറയാ, ഒരു കട്ടപ്പാടും ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായി ഈ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഒന്നേ വേണ്ടൂ, വളരെ ഭംഗിയായിട്ട് നമുക്കൊരാളോട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും എന്നുള്ള ആൾക്കാർക്ക്, കുറച്ച് എന്താ പറയുക, ഷൈ അല്ലാതെ വർത്താനം പറയാം എന്നുണ്ടെങ്കിൽ, നമ്മുടെ പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് വളരെ ഭംഗിയായിട്ട് അറിവും അത് നമുക്ക് മറ്റുള്ളവർക്ക് പ്രസന്റ് ചെയ്യാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് എല്ലാവർക്കും പറ്റും. വളരെ നല്ല ഏണിങ്സ് ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും.
അതുപോലെ അപ്പുറത്തെ മറ്റ് ഡിസ്ട്രിക്റ്റുകളിൽ ഒക്കെ ഉള്ള എനിക്കറിയാത്ത അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവുമല്ലോ, പണിയില്ലാത്ത ജോലിയില്ലാത്ത എന്തെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ള ആൾക്കാരൊക്കെ ഇതുപോലെയുള്ളതിലേക്ക് വരണം. അവനവന്റെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത്. രാവിലെ എല്ലാവരും കൂടി എൻ്റെ സ്റ്റാഫ് 9 പേരും കൂടിയാണ് ഇവിടുന്ന് പോകാറ്. എൻ്റെ വണ്ടി ഇപ്പം എൻ്റെ വീടിനടുത്തു നിന്നുള്ള സ്റ്റാഫ് എന്ന് പറയുമ്പോൾ ഒരു 5 പേരോളം ഉണ്ട്. ബാക്കി പലയിടത്തുനിന്നായിട്ട് ഞങ്ങൾ ഒരു ഏരിയയിൽ വന്ന് നിന്ന് അവരെ കൂട്ടിക്കൊണ്ടാ പോവുക. എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതായത് പലർക്കും ഞാൻ പറഞ്ഞില്ലേ വീട്ടില് ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവരുണ്ടായിരിക്കും, എന്തെങ്കിലും മാനസിക പ്രശ്നം. ഇതിനകത്ത് എനിക്ക് തോന്നിയിട്ടുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത്, നമ്മൾ ഒരുപാട് സങ്കടമായിട്ടായിരിക്കും ചിലപ്പോൾ വണ്ടി കയറുന്നതും ഒക്കെ, പക്ഷെ ഈ 9 പേരും കൂടുമ്പോൾ ഉള്ള ഒരു സ്ട്രെങ്ത് ഉണ്ട്. ആർക്കെങ്കിലും ഒരിച്ചിരി ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു വലിയ കാര്യം. എല്ലാവരുമായിട്ട് ഷെയർ ചെയ്തും നമുക്ക് വല്ലാത്ത വിഷമം ഉണ്ടെങ്കിൽ അത് ഭയങ്കര രസകരമായിട്ട്, അതായത് ചിലപ്പോൾ ചിലർ മാർക്കറ്റിംഗ് വീടുകളിൽ ചെന്ന് കഴിയുമ്പോൾ ആരെങ്കിലും ചോദിക്കുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ പറയുന്ന കാര്യങ്ങളോ ഒക്കെ നമ്മൾ ഷെയർ ചെയ്യും. വന്നിട്ട് വണ്ടിയിലാണെന്നുണ്ടെങ്കിലും തലേ ദിവസം നടന്ന കാര്യങ്ങൾ വളരെ ഇപ്പം നമ്മൾ ഹാപ്പിയായി പോകാൻ ഒരു അരമണിക്കൂർ മതിയാവും. നമ്മളെ എല്ലാ പ്രയാസങ്ങളും മാറി അങ്ങനെ. പിന്നെ ഓരോ ദിവസം ഇൻസിഡന്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. കാരണം ഓരോരുത്തരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ തൊട്ടിട്ട് അന്ന് പറഞ്ഞ് ചിരിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഒരു ടെൻഷൻ ഫ്രീ ആക്കി വിടുന്ന ഒരു ഇതിലേക്ക് ഈ കാര്യങ്ങളെല്ലാം വരാറുണ്ട്. നമ്മളെല്ലാം മറന്ന് എന്താ പറയുന്നത്, ഇന്ന് വീട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ നടന്നോ അല്ലെ നമ്മുടെ ലൈഫിൽ അങ്ങനെ എന്തോ ഇന്ന് വന്നോന്നോ പോലും മറന്നു പോകാറുണ്ട്. അതേപോലെ ഉള്ള ഒരു കൂട്ടായ്മയുടെ ഇതുകൊണ്ടായിരിക്കും വേണമെന്നുണ്ടെങ്കിൽ ഒരുപാട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ ഒരു ഡൗൺ എന്ന് പറയുന്നത് ഇപ്പൊ ഇത് കേൾക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇത് മൊത്തവും വിജയം മാത്രമായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അങ്ങനെയല്ല. അതിനകത്ത് ഡൗൺ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള ഏറ്റവും വലിയൊരു സംഭവം എന്താ പറയുക, ഈ കൊറോണ വന്നപ്പോൾ അതിന്റെ ഒരു വേറൊരു വശം കൂടി പറയാം. ഈ മരുന്ന് തുടങ്ങിയത് കൊണ്ട് എനിക്കുണ്ടായിരുന്ന ഒരു ആശ്വാസവും അതിന്റെ ഒരു തിക്ത ഇതും കൂടി പറയാം. ഈ കൊറോണയുടെ ഇത് വരുമ്പോ ഞങ്ങള് ഒരു ഏരിയയിൽ നിന്നാണ് ഇത് കേൾക്കുന്നത്. ഇപ്പം ഇങ്ങനെയുണ്ട്, അവിടെ ഉണ്ട്, ഇവിടെ കയറാൻ പാടില്ല, അവിടെ കയറാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞപ്പോ നമ്മൾ വിചാരിച്ചു, എന്നോട് ഇവരെല്ലാം പറയാം, മാഡം എന്റെ കൂടെ ഉള്ള ഒരു ലേഡി പറഞ്ഞു, മാഡം അടുത്ത മാസം എന്റെ മാസാവസാനം ആകുകയാണ്, എനിക്ക് അടുത്ത ആഴ്ച എന്റെ ഒരു 10,000 രൂപ ചിട്ടി അടയ്ക്കണം. അപ്പൊ അടുത്ത ആഴ്ച അന്നേരമാണ് ഇതറിയുന്നത്, ഇത് സ്റ്റോപ്പ് ചെയ്തോളൂ എന്നും പറഞ്ഞ് അനൗൺസ്മെന്റ് നടക്കുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, ഞാൻ ഇവരോട് പറഞ്ഞു, എടി ഇത് നിർത്തി പോവുകയാണോ എന്നറിയില്ലല്ലോ. അന്നേരം പറഞ്ഞു, അത് നിർത്താൻ പറ്റില്ല, എനിക്ക് അടുത്ത ആഴ്ച മസ്റ്റായിട്ടും ചിട്ടി അടയ്ക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു, കുഴപ്പമില്ല, അടുത്ത ആഴ്ച അല്ലേ, എത്ര ദിവസം നമ്മൾ നിർത്തും? അപ്പൊ എല്ലാരും കൂടി തീരുമാനിച്ചു, ഒരു 4 ദിവസം നിർത്താം. 4 ദിവസം. അത് ഞങ്ങള് മേപ്പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് പോയിട്ട് വരിക. അപ്പൊ 4 ദിവസം ഞാൻ നേരം പറഞ്ഞ 4 ദിവസം ഞാൻ നോക്കുമ്പോ എന്റെ കയ്യിൽ ഏകദേശം ഒരു 7,000 രൂപയുണ്ട്. 4 ദിവസം കഴിയാൻ അത് മതി. ഓക്കെ, ഞാനങ്ങനെ എല്ലാം നിർത്തി. 4-5 ദിവസം കഴിയുമ്പോ തുടങ്ങുമല്ലോ. ആ ഇരിപ്പ് ഇരുന്നത് ഒരുപാട് നാളത് കൊറോണയുടെ എല്ലാ ദൂഷ്യവശം. പക്ഷെ ഞാനൊരു കാര്യം ചെയ്തന്ന്, മരുന്നല്ലേ, പലരും വിളിക്കാൻ തുടങ്ങി. ഈ പറയുന്ന ഡയബറ്റിക് പേഷ്യന്റിന് ഇതില്ലാതെ പറ്റില്ല, വേദന എല്ലാവർക്കും ഇതില്ലാതെ പറ്റില്ല. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ ഹെൽത്ത് ബേസ് ആയിട്ട് എല്ലാവർക്കും പോകാമായിരുന്നു. പക്ഷെ ഈശ്വരാനുദിനം കൊണ്ട് പറയട്ടെ, ഞാൻ ഈ മാർക്കറ്റിംഗ് കമ്പനിയിലായതുകൊണ്ട് ഞങ്ങളുടെ വീട് ഒരിക്കലും ഇത് മുഖേന ഒരു പട്ടിണിയിലേക്കോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിലേക്കോ പോയില്ല. കാരണം ഈ സ്റ്റാഫ് തന്നെ ഇപ്പൊ നടന്നു പോകാവുന്ന ദൂരം ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൊണ്ടുപോയി കൊടുക്കാൻ ഇങ്ങനെ അങ്ങനെ കൊണ്ടുപോയി കൊടുക്കാനാണെങ്കിൽ ഒരു 4-5 പേരെങ്കിലും വർക്ക് ചെയ്തിരുന്നു. പക്ഷെ നമുക്കൊരു പ്രശ്നം വന്നത് ഇത് എത്തിക്കാനുള്ള മരുന്ന് ഞങ്ങൾ വാങ്ങുന്ന അടുത്തുനിന്ന് എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഞങ്ങളെ കാര്യമായിട്ടൊന്നും ഇത് ബാധിച്ചേയില്ല. പലയിടത്തും അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള വശങ്ങളൊക്കെ അനുഭവിച്ചെങ്കിലും പക്ഷെ നമ്മളെ പറ്റി കുറെ, ഇത് മാത്രമല്ല ഞങ്ങളുടെ കൂടെയുള്ള ആൾക്കാർ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തില്ല എന്നല്ല, പക്ഷെ ഇത് ഞങ്ങൾക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. ഇതിന്റെ നന്മയും കൂടെ പറയണല്ലോ. പിന്നെ ഈ പറയുന്ന പോലെ ഞാൻ പറഞ്ഞില്ലേ, ഡൗൺ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്ന് നോട്ട് നിരോധനം വന്നപ്പോഴും ഒക്കെ ഞങ്ങൾ വല്ലാതെ കഷ്ടപ്പെട്ടു പോയി. നല്ല രീതിയിൽ ഉയർന്നു വന്നാൽ നമ്മളെ അടിപടലെ താഴ്ത്തി പോയൊരു സംഭവമായിരുന്നു അത്. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ മേഖലയിലും ഉണ്ടാകുന്ന ചില സീസൺസ് ഇത് നമ്മളെ ബാധിക്കാറുണ്ട്.
മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഡയറക്റ്റ് മാർക്കറ്റിംഗിൽ തന്നെ ഡോർ ടു ഡോർ ആണ് ചെയ്യുന്നത്. ഡോർ ടു ഡോർ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾക്ക് വണ്ടിയുണ്ട്. വണ്ടിയിൽ ഞങ്ങൾ എൻ്റെ സ്റ്റാഫെല്ലാം ഇവിടെ വന്നിട്ട് ഇപ്പം നിലവിലുള്ള വയനാട്ടിലെ ബ്രാഞ്ചിലുള്ള എല്ലാ ആൾക്കാരും വന്നു പോകുന്നത്. ഞങ്ങൾ താമസ സൗകര്യമോ മറ്റു കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. പക്ഷെ നേരത്തെ ഞാൻ ചാലക്കുടിയിലും കോഴിക്കോടും ഒക്കെ ചെയ്തെടുത്ത് ഹോസ്റ്റൽ സൗകര്യം കൊടുക്കുന്നുണ്ടായിരുന്നു. അത് ലേഡീസിന് സെപ്പറേറ്റ്, ജെന്റ്സിന് സെപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് ആ രീതിയിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അവർക്ക് കൊടുക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്ന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഇപ്പം പുറത്തുനിന്നൊക്കെ ഞങ്ങൾ പേപ്പറിലൂടെയോ ഒക്കെ ആഡ് കൊടുത്തിട്ടൊക്കെയാണ് ആൾക്കാർ എടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ കൊടുക്കും. അതേപോലെ തന്നെ വണ്ടി എല്ലാ ബ്രാഞ്ചിലും ഞാൻ ഇട്ടെടുത്തെല്ലാം വണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വണ്ടി ഇല്ലാതെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും വണ്ടി ഇല്ലാതെ ചെയ്യാം. വണ്ടി വേണമെന്നൊന്നുമില്ല. ഏരിയ ബേസ് ഇപ്പൊ നമ്മൾ പാലായിൽ ചെയ്യുന്നത് അവർക്ക് വണ്ടി കൊടുക്കുന്നില്ല. അവര് സെൽഫായിട്ട് പോവുകയാണ് ചെയ്തത്. ഒരു 9 വർക്കേഴ്സ് എങ്കിലും പോകാൻ പറ്റണം. 9 10 പോകണം, എന്നാൽ മാത്രമേ അതുകൊണ്ട് നമുക്കൊരു ബെനിഫിറ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പം അതില് നമ്മളിപ്പോ ഒരു പർട്ടിക്കുലർ ഏരിയ, ഇപ്പൊ വയനാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പനമരം എന്ന് വിചാരിക്കുക. പനമരത്ത് ഓരോ പോക്കറ്റ് റോഡുകളിലും ടൗണിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ, പോക്കറ്റ് റോഡുകളിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. അപ്പം എവിടെയാണോ താല്പര്യം, ചിലർക്ക് ടൗണിൽ വർക്ക് ചെയ്യാൻ ഭയങ്കര ഈസി ആയിരിക്കും. അതേപോലെ തന്നെ വീടുകളിൽ വർക്ക് ചെയ്യുന്നവർ അതങ്ങനെ. അപ്പം നമ്മൾ ഏകദേശം അവരെ എന്താണോ അവരുടെ മനസ്സോ അതിനനുസരിച്ചിട്ടാണ് പോസ്റ്റ് ചെയ്യാറ്. അപ്പൊ എവിടെ വീടുകളിൽ ഇപ്പൊ ഒരു 2-2.5 കിലോമീറ്റർ ആണ് വണ്ടിയിൽ നമ്മൾ ഇപ്പൊ ഒരു ചെറിയ പോക്കറ്റിന്റെ അടുത്ത് 2 കിലോമീറ്റർ ആണെങ്കിൽ ആ 2 കിലോമീറ്ററിന്റെ അവിടെയാണ് ഒരാളെ കൊണ്ട് ഇറക്കുക. ഒരാൾ അവിടെ, അടുത്ത പോക്കറ്റില് വേറൊരാള്, ഈ 9 പേരെയും അടുത്ത് പോസ്റ്റ് ചെയ്യും. അപ്പം ഉച്ചയാകുമ്പോഴത്തേനും ഏകദേശം ഇവരുടെ ബാഗിലുള്ള എല്ലാം ഇപ്പം ഐറ്റംസ് എല്ലാം ഏകദേശം 1-2 ഒക്കെ വെച്ചിട്ടായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഈ പൈനൂര് പോലെയുള്ള സംഘം മാത്രമേ ഒരു 4 ഒക്കെ, അങ്ങനെ വലിയ ഭാരം നോക്കി പോവുക എന്നുള്ളതല്ല, ഒരു എണ്ണം കണക്കാക്കി കൊടുക്കും. ഇനി അഥവാ ഉച്ചയ്ക്ക് മുമ്പ് ഇവരുടെ സാധനങ്ങൾ മിക്കവാറും തീരാറുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവർ നിൽക്കുന്നിടത്ത് വണ്ടിയായിട്ട് ചെന്ന്, വണ്ടിക്കകത്ത് പ്രോഡക്റ്റുകൾ വെച്ചിട്ടുണ്ടാവും. അപ്പം അവിടെ ചെന്ന് അവർക്ക് തീർന്ന പ്രോഡക്റ്റുകൾ വീണ്ടും കൊടുക്കുക. ഇപ്പം ഭക്ഷണമൊക്കെ ചിലപ്പം വണ്ടിയിലുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെ അവര് വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വരുന്നതാണെന്നുണ്ടെങ്കിൽ, ഹോസ്റ്റലിൽ നിന്ന് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ ഫുഡ് സർവീസ് കൊടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ അവിടുന്ന് ഭക്ഷണവും കൊടുത്ത് മാറ്റണം എന്നുണ്ടെങ്കിൽ, അഥവാ എന്തെങ്കിലും കാരണവശാൽ ഒരുപക്ഷെ ഒരു മരണം ഉണ്ടാകാം, അല്ലെങ്കിൽ ഒരു കല്യാണോ, അല്ലെങ്കിൽ വല്ലാതെ ബുദ്ധിമുട്ടാണ്, അവിടെ അങ്ങനെ പെട്ടെന്ന് നടക്കുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരെ എടുത്ത് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഏരിയയിലേക്ക് മാറ്റി ഒന്നും കൂടി വർക്ക് ആകാനുള്ള സംവിധാനം നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. ഇത്രയാണ് വാഹനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വാഹനം അതേപോലെ തന്നെ പിന്നെ വേറെ ഒരു ഏതെങ്കിലും കാരണവശാൽ അവിടെ നിന്ന് മാറണമെങ്കിലോ, അല്ലെങ്കിൽ എല്ലാവരും കൂടി മാറണമെങ്കിൽ പോലും ആ ഒരു ഏരിയയിൽ നിന്ന് മാറ്റി അങ്ങോട്ട് മാറ്റിയിടാനുള്ള സൗകര്യം വാഹനം ഉണ്ടാവാൻ പറ്റും. ഈ ബൈ ഹാൻഡ് വരെ വാഹനം ഇല്ലാതെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബസ് കയറിയിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ബസ് കയറി ഒരിടത്ത് ചെല്ലുമ്പോഴായിരിക്കും അവിടെ എന്തെങ്കിലും പ്രോബ്ലം കൊണ്ട് നടക്കുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചാൽ, വീണ്ടും നമ്മൾ വേറൊരു ബസ് പിടിച്ച് നമ്മുടെ ടൈമിങ്ങും പോകും. പിന്നെ ഒരു സിസ്റ്റം ഇല്ലാത്ത പോലെ എനിക്ക് തോന്നാറുണ്ട്. ഈ വാഹനവും കാര്യങ്ങളും ഉള്ളപ്പോൾ ഇതൊരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഓരോ ദിവസവും, ഇപ്പൊ ഒരു ദിവസം ഒരു പനമരത്തോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ ആ ദിവസം അവിടെ ചാർട്ട് ചെയ്യപ്പെടും. ഇപ്പൊ 1-ാം തീയതി വെക്കുക, 1-ാം തീയതി പനമരം പോയി, 2-ാം തീയതി നമ്മൾ മാനന്തവാടി പോയി, 3-ാം തീയതി കൽപ്പറ്റ പോയി, ഇങ്ങനെ ഒരു ചാർട്ട് ബേസിലാണ് ഇത് പോകുന്നത്. അതാണ് അടുത്ത മാസം ഇപ്പൊ 1-ാം തീയതി പോയ ഒരു പ്ലേസില് 1-ാം തീയതി പോയിട്ടുള്ള ഒരു സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത മാസം ഇപ്പൊ ജനുവരി 1-ാം തീയതി പോയി, തീർച്ചയായിട്ടും നമുക്ക് ഫെബ്രുവരി ഒരു 10-നുള്ളിൽ അവിടെ എത്തണം. അപ്പൊ അങ്ങനെ ഒരു സർക്കിൾ ആയിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പിന്നെ അല്ലാതെ നമുക്ക് തോന്നുന്നിടത്ത് തോന്നുന്ന ദിവസം പോയി അങ്ങനെയല്ല. കാരണം നമ്മൾ മരുന്ന് കൊടുക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പൊ ഡയബറ്റിക്കിന്റെ മരുന്ന് ഏകദേശം ഒരു 26 ദിവസം കഴിക്കാനുള്ള രീതിയിലായിരിക്കും കൊടുക്കുന്നുണ്ടാവും. അപ്പം അത് അടുത്ത മാസം ഇത്ര ദിവസത്തിനുള്ളിൽ തീരുന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ അല്ലെങ്കിൽ പോലും കസ്റ്റമർ വിളിക്കും കേട്ടോ, തിരിച്ചു വിളിച്ച് എന്റെ മരുന്ന് തീർന്ന കാര്യവും എത്തിക്കാനുള്ള കാര്യവും പെട്ടെന്ന്, അല്ലെ ചിലരാണെന്നുണ്ടെങ്കിൽ അയച്ചു കൊടുക്കാൻ പറ്റുന്നോ, അല്ലെ ബസ്സിന് കൊടുക്കാൻ, അങ്ങനെയുള്ള സർവീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ വീട്ടില്
ഇപ്പൊ നമുക്കൊരു ഒന്നും വേണ്ട, ഒരു സോപ്പ് വാങ്ങണമെങ്കിൽ പോലും നമ്മള് സിറ്റി ചെന്ന് വാങ്ങുക അല്ലെ. നമ്മളിതിപ്പം ഇങ്ങനെ ഒരു ഡോർ ടു ഡോർ ആകുമ്പോൾ നമ്മുടെ വീട്ടിലെത്തുകയാണ്. നമ്മൾ ഒരു സർവീസ് ചാർജും വാങ്ങാതെ, അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, ഒരു ചുമയുടെ പെട്ടെന്ന് ഒരു കുട്ടിക്ക് ഒരു വല്ലാതെ ചുമയാണ്, ഡോക്ടറെ അടുത്ത് പോകുമ്പോഴത്തേനും എന്തല്ല ഡോക്ടറുടെ ഫീസ്, വണ്ടിക്കൂലി, അങ്ങനെയുള്ള ബാക്കിയുള്ള ഓട്ടോ ചാർജ്, എന്തായാലും ഇതൊന്നും ആവശ്യപ്പെടുന്നില്ല നമ്മൾ. വളരെ പിന്നെ കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ള നല്ല കഫ് സിറപ്പൊക്കെ ഉണ്ട്, അത് നമ്മൾ അവരുടെ വീട്ടിൽ എത്തിച്ചു കൊടുക്കുകയാണ്. വളരെ താങ്ക്സ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് അനുഭവങ്ങൾ അവർ പറയാറുമുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ഡോർ ടു ഡോറിന്റെ ഒരു പ്രത്യേകത ഇത് തന്നെയാണ്. അവരുടെ വീടുകളിൽ നമ്മളൊരു സർവീസ് ചാർജും വാങ്ങാതെയാണ് ശരിക്കും നമ്മൾ അവിടെ എത്തിച്ചു കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് നമ്മളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. ഇപ്പൊ എന്ത് മരുന്ന് വേണമെന്നുണ്ടെങ്കിലും നമ്മളെ അവർ വിളിക്കാറുണ്ട്. ഇപ്പം 2 ദിവസം ഇപ്പം താമസിച്ച് പോയാലും തീർച്ചയായിട്ടും അവർ വിളിക്കുമ്പോൾ കഴിയുന്നത് നമ്മൾ അവരുടെ വീട്ടിൽ തന്നെ അത് എത്തിച്ചു കൊടുക്കാനും നോക്കാറുണ്ട്. അല്ലാതെ അവർക്കത് കിട്ടാതെ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നോക്കാറുണ്ട് പൊതുവെ. അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ സക്സസ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ വാഹനം ഉണ്ടാകുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ, ഒരു സിസ്റ്റമായിട്ട് ഇത് പ്രവർത്തിക്കും. വാഹനം ഇല്ലാതെ പോകുന്നിടത്തൊക്കെ ഞാൻ കാണുന്ന ഒരു പ്രവണത എന്താണെന്ന് ചോദിച്ചാൽ, ഒരിക്കലും ഇതൊരു കണ്ടിന്യൂറ്റി വരാറില്ല. അതിന് കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ ഇന്ന് പോയി 2 ദിവസം കഴിയുമ്പോൾ വിചാരിക്കും ഓക്കെ ഇന്നങ്ങ് ലീവ് എടുത്തേക്കാം, ഇപ്പൊ അത് ആരറിയാനാ എന്നുള്ള രീതിയിൽ. കാരണം നമ്മളും അറിയുന്നില്ല ഇവരെവിടെ പോകുന്നു എന്നുള്ളത്. വണ്ടിയിലാകുമ്പോൾ ഒരു ഒഫീഷ്യൽ വർക്ക് മാതിരി തന്നെ രാവിലെ 9 മണിക്ക് തുടങ്ങി അല്ലെങ്കിൽ 4 മണി വരെ നമുക്ക് ഇവർക്ക് വരണം എന്നുള്ള ആ ചിന്താഗതി ഉണ്ടാവും. ഈ ബസ്സിനൊക്കെ കയറി പോകുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെയുള്ള ഒരു ഇൻസെക്യൂർ ആയിട്ട് അവർക്ക് ഫീൽ ചെയ്യും, നമുക്കൊരു സിസ്റ്റം ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യും. എന്റെ ഒരു അനുഭവം വെച്ചിട്ട് എല്ലാ മാർക്കറ്റിംഗ് കമ്പനികളും അതും നമ്മൾ പേപ്പർ എടുത്ത് നോക്കിയാൽ അറിയാം. ഒരു സൺഡേ അല്ലെങ്കിൽ ബുധനാഴ്ച പേപ്പറിനകത്ത് ഒരു 100 കണക്കിന് പരസ്യം ഇങ്ങനെ ഉണ്ടാവും. പിന്നെ ഇതേപോലെ ഡോർ ടു ഡോർ ചെയ്യാനോ, അങ്ങനെ മാർക്കറ്റിംഗ് കമ്പനിയിലേക്ക് ഇത്രയാളെ ആവശ്യപ്പെടുന്നു, അങ്ങനെ ആവശ്യപ്പെടുന്നു. എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ നേരത്തെ ഇതേപോലെ തന്നെ ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. പക്ഷെ എനിക്ക് ഇപ്പൊ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എവിടെയാണോ ഇടുന്നത്, ഒരു ഡിസ്ട്രിക്റ്റിൽ എവിടെയാണോ നമ്മൾ ഇടുന്നത്, ആ പ്രാദേശികമായിട്ടുള്ള ഏരിയന്ന് അവിടെയാണല്ലോ നമ്മളൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ അതിനോട് ചുറ്റുപാടുകളുള്ള ആൾക്കാർക്ക് അതിന്റെ ഗുണം കിട്ടട്ടെ, അതാണല്ലോ അതിന്റെ ഒരു ആവശ്യം. അതിനോട് ചേർന്ന് ജോലിയില്ലാത്ത ഒരുപാട് പെണ്ണുങ്ങൾ ഒക്കെ ഉണ്ടാവും, ലേഡീസ് ഒക്കെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരൊക്കെ ഉണ്ടാവും. അവരെ കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ തൊഴിലുറപ്പ് ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു കുറെ പേര് അതിൽ ഒക്കെ മാറിയിട്ടുണ്ടാവും. എന്നാലും നമുക്ക് സംബന്ധിച്ച് ഒരു 10 പേരായിരിക്കും വേണ്ടുന്നത്. അപ്പം അത് നമ്മളുടെ ഏരിയയിൽ തന്നെ എവിടെയാണോ നമ്മൾ കമ്പനി ഇടാൻ ഉദ്ദേശിക്കുന്നത് ആ ഏരിയ ബേസ് ചെയ്തുകൊണ്ട് സ്റ്റാഫിനെ അന്വേഷിക്കുക. അങ്ങനെ വരുമ്പോൾ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വന്ന് നിന്ന് വർക്ക് ചെയ്ത് പോകാൻ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. അതായത് വീട് വിട്ടു നിൽക്കണം, പിന്നെ അത് കുട്ടികളുടെ കാര്യങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് ചിലപ്പം ഇവർക്ക് ഇങ്ങനെ ഹോസ്റ്റൽ സൗകര്യം ഇല്ലാതെ തന്നെ എനിക്ക് എൻ്റെ അടുത്ത് അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരൊരിക്കലും വിട്ടുപോകുന്നത് ഞാൻ കാണാറില്ല. കാരണം എൻ്റെ അടുത്ത് ഏകദേശം 14 വർഷം വരെ എൻ്റെ കൂടെ ഇപ്പോഴും നിലനിന്ന് പോകുന്ന വർക്കേഴ്സ് ഉണ്ട്. അപ്പൊ എന്ന് പറഞ്ഞ പോലെ അവർക്കിത് രാവിലെ വന്ന് വൈകിട്ട് വീട്ടിലേക്ക് പോകുന്ന അതേപോലെ. പിന്നെ ഇത് വേറൊരു വശമുണ്ട്, സ്വന്തം നാട്ടിൽ ചെയ്യാൻ താല്പര്യമില്ലാത്ത ആൾക്കാരുണ്ട്. മാർക്കറ്റിംഗ് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന എന്തോ ഇപ്പോഴും മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്തോ ഒരു നാണക്കേടുള്ള ഒരു കാര്യം പോലെയാണ് പലരുടെയും കണ്ണിൽ. അങ്ങനെയല്ല, ഒറ്റ കാര്യത്തിനും. ഇപ്പൊ നിങ്ങൾ രാവിലെ എടുക്കുന്ന മിൽമയുടെ പാല് തൊട്ട് പേപ്പർ തൊട്ട്, നമ്മൾ രാവിലെ ഒരു ബെഡ് കോഫിയോടും രാവിലെ മോർണിംഗ് കോഫിയോടും കുടിക്കുന്ന പേപ്പർ തൊട്ടിട്ട് എങ്ങനെയാണ് വരുന്നത്? ഇതെല്ലാം വീടുകളിലല്ലേ എടുക്കുന്നത്. ഇതെല്ലാം മാർക്കറ്റിംഗ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ അതുപോലെ ഇതിനെ നല്ല രീതിയിൽ ഇതിനെ കാണുകയും ഇപ്പൊ ഔട്ട് സൈഡിൽ വേണ്ട, ഞാൻ പറഞ്ഞത് ഇതുപോലെയുള്ള ഉദ്ദേശമുള്ള ആൾക്കാര് എനിക്ക് നാട്ടിൽ പറ്റില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും വരാൻ വേറെ എവിടെയെങ്കിലും അവരുടെ ഡിസ്ട്രിക്റ്റിനോട് ചേർന്നോ അന്യ ഡിസ്ട്രിക്റ്റിലോ വന്ന് താമസിച്ച് വർക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും അതിനുള്ള അവസരം ഒരുക്കുന്നതായിരിക്കും. ഞങ്ങളുടെ സ്ഥാപനമായ കൃഷ്ണകൃപ ഹെർബൽസും പാലക്കാടുള്ള ആയുർമന്ത്ര എന്ന സ്ഥാപനവുമായിട്ട് സംയുക്തമായിട്ട് ഒരു പുതിയ പദ്ധതിക്ക് തുടക്കം കുറിക്കുന്ന 2025 ഫെബ്രുവരി 1-ാം തീയതി കേരളത്തിലുള്ള എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമ്മളുടെ ഉൽപ്പന്നങ്ങൾ, അതായത് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ ഉൽപ്പന്നങ്ങളും എല്ലാ വീടുകളിലാണെങ്കിലും സ്ഥാപനങ്ങളിലാണെങ്കിലും എല്ലാവർക്കും എത്തിക്കുക എന്നുള്ളതാണ് പദ്ധതിയുടെ ഉദ്ദേശം. പിന്നെ അതുപോലെ തന്നെ തൊഴിൽ സാധ്യതകൾ വർദ്ധിപ്പിക്കുക,
അതേപോലെ തന്നെ ചെറുകിട സംരംഭങ്ങൾ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് വിറ്റഴിക്കപ്പെടാൻ പറ്റാതെ പോകുന്ന അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കപ്പെടാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ നമ്മളുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് നല്ലൊരു വഴിത്തിരിവാകുന്ന രീതിയിൽ ഈ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അതേപോലെ പുതുതായി സംരംഭം എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവര്, ഇപ്പൊ പുറത്തൊക്കെ പോയിട്ട് ജോലിയില്ലാതെയോ അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുറച്ച് പൈസ കയ്യിലുണ്ട്, എന്തെങ്കിലും ഒരുപാടില്ല, ഉള്ള പൈസ കൊണ്ട് എന്തെങ്കിലും തുടങ്ങണം എന്ന് ആഗ്രഹിക്കുന്നവരോ അതുപോലെയൊക്കെയുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവര് നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് വേണ്ടുന്ന ഗൈഡ് ലൈൻസും അതേപോലെ ട്രെയിനിങ്ങും ഒക്കെ കൊടുത്ത് ഞങ്ങളുമായിട്ട് ചേർന്ന് പോകാനുള്ള ഒരവസരം തീർച്ചയായിട്ടും ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും.